ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഒരു പാഷൻ പ്രോ വണ്ടി. ഗിയർ സ്ലിപ്പിങ്ങും അതേപോലെ തന്നെ ഗിയർ സ്ലിപ്പിംഗ് ആയിട്ടാണ് മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നത്. പിന്നെ ഓയിൽ ലെവൽ കുറയുന്ന ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതും പ്രകാരം നമ്മൾ അയച്ചു നോക്കുമ്പോൾ ഗിയറിൻ്റെ വീലുകളാണ് കംപ്ലയിൻ്റ് ആയിരുന്നത്. അപ്പോൾ ഗിയർ വീലും മാറ്റി ഫുൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗമുള്ള വണ്ടിയാണ്, നല്ല ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ ക്ലിയറായിട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും പ്രകാരം നമ്മളത് എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ വർക്കായിട്ടാണ് ചെയ്യണത്. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്ത് മേടിച്ചത്. കാരണം ഞാൻ ക്രാങ്ക് കൂടി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് വന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇനി പഞ്ച് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റ്, അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, സിലിണ്ടർ കിറ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2920 സിലിണ്ടർ കിറ്റ് മാത്രമുണ്ട്. പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ്, ഗിയറിൻ്റെ ഒരു ഗിയർ ഫോർക്ക് ഒരെണ്ണം മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓയിൽ സീൽ കിറ്റുകൾ, ഫോറിങ്, ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ 4 ബെയറിങ്ങും മാറുന്നുണ്ട്. ക്ലച്ചിനകത്ത് വന്ന ക്ലച്ച് പ്ലേറ്റിൻ്റെ ബെയറിങ്ങും മാറുന്നുണ്ട്. പിന്നെ ഗിയർ വീലുകൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 3rd ഗിയർ മാത്രമാണ് സ്ലിപ്പിംഗ് കാണിക്കുക. പക്ഷേ അതിനോടനുബന്ധിച്ച് കണക്ട് ചെയ്ത് വന്ന വീലുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് തന്നെ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ഒരെണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൗണ്ടർ ഷാഫ്റ്റും മെയിൻ ഷാഫ്റ്റും കൂടി നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗിയർ വീലുകൾ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് അതിൻ്റേതായിട്ടുള്ള വില ഉണ്ടാവും. ഒരെണ്ണത്തിനൊക്കെ 420, 260, 390. ഒരെണ്ണത്തിന് മാത്രം വെച്ചൊരു 520 രൂപയൊക്കെ എമൗണ്ട് കൂടുതൽ തന്നെ. 520, 620 രൂപ എന്ന വീലുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്യാരണ്ടിയിലാണ് ചെയ്യണ വർക്ക്. അപ്പോൾ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ടൈമിംഗ് ചെയിൻ കിറ്റായിട്ടാണ് മാറുന്നത് കേട്ടോ. 450 രൂപയാണ് ടൈമിംഗ് ചെയിൻ്റെ കിറ്റ് വരാം. ടൈമിംഗ് ചെയിനും അതിൻ്റെ ഓയിൽ പമ്പിൻ്റെ വീലുണ്ടാവും, ക്യാം ഷാഫ്റ്റും വന്ന വീല്, സിലിണ്ടറിൻ്റെ ഉള്ളിൽ വന്ന വീല്, അങ്ങനെ എല്ലാ വീലും കൂടിയിട്ട് അത് സെറ്റായിട്ട് വരുന്നുണ്ട്. 450 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ഫുൾ സെറ്റായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഗ്യാസ്കറ്റ് കിറ്റായിട്ട് മാറുന്നുണ്ട്. ഗ്യാസ്കറ്റ് കിറ്റ് 518 രൂപ നമുക്ക് ഗ്യാസ്കറ്റ് കിറ്റിന് വരുന്നുണ്ട്. പിന്നെ എഞ്ചിനോരും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ആണ് നമുക്ക് ഏറ്റത് വരാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ജസ്റ്റ് വീഡിയോസൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. എൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവണതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ.